ഇതാണ് കോട്ടയം ജില്ലയിലെ പള്ളത്തിനടുത്തുള്ള പാക്കിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രത്തിന് വളരെയേറെ ചരിത്ര പ്രാധാന്യമുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ വാണിജ്യ വിപണന മേള പാക്കിൽ സംക്രമം നടക്കുന്നത് ഇവിടെയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിപണനം ലക്ഷ്യമാക്കി നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന ഒരു അനുഷ്ഠാനമാണ് പാക്കിൽ സംക്രമം. എല്ലാ വർഷവും കർക്കിടകം 1 മുതൽ 30 ദിവസങ്ങൾ നീളുന്ന വിപണി കാണുന്നതിനും സാധനങ്ങൾ വാങ്ങുന്നതിനുമായി ദൂരദേശങ്ങളിൽ നിന്നുവരെ ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആവശ്യ വസ്തുക്കളും ഒറ്റക്കുട കീഴിൽ ലഭിക്കുന്ന ഒരപൂർവ സംഗമമാണ് പാക്കിൽ സംക്രമ വാണിഭം. പറയിപ്പറ്റ പന്തിരി കുലത്തിലെ രണ്ടാമനായ പാക്കനാരുടെ സ്മരണകൾ ഉണർത്തിക്കൊണ്ടാണ് ഓരോ വർഷവും സംക്രമം നടക്കാറുള്ളത്. മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് ഇത്. ഒരിക്കൽ ബ്രഹ്മാവ് തന്റെ ഹോമകുണ്ഡത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു ശാസ്താ വിഗ്രഹം അഗ്നിദേവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടു ഇപ്രകാരം പറഞ്ഞു: നീ ഇത് പരശുരാമന്റെ പക്കൽ ഏൽപ്പിക്കുക. അനന്തരം അഗ്നിദേവൻ പരശുരാമന് വിഗ്രഹം കൈമാറി. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം വിഗ്രഹം എവിടെയെങ്കിലും ഉചിതമായ സ്ഥലം കണ്ടെത്തി അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. പരശുരാമൻ വിഗ്രഹവുമായി പാക്കിൽ എന്ന സ്ഥലത്തെത്തി. ഉചിതമായ സ്ഥലം ഇതാണ് എന്ന് തോന്നിയ പരശുരാമൻ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു. പലതവണ ശ്രമിച്ചിട്ടും ബിംബം അവിടെ ഉറച്ചില്ല. ആകെ വിഷണ്ണനായി തീർന്ന പരശുരാമന് മുന്നിൽ സാക്ഷാൽ പാക്കനാരും ഭാര്യയും കടന്നു വന്നു. പരശുരാമൻ തന്റെ വൃത്താന്തമെല്ലാം പാക്കനാരെ അറിയിച്ചു. പാക്കനാർ പരശുരാമനുമായി ചേർന്ന് ബിംബത്തിൽ സ്പർശിച്ച് ഇവിടെ പാർക്കുക എന്ന് പറഞ്ഞു പ്രതിഷ്ഠ നടത്തി. അനന്തരം ബിംബം ഉറച്ചു. ഇവിടെ പാർക്കുക എന്ന നിർദ്ദേശമുയർന്ന സ്ഥലം പിന്നീട് പാർക്കിൽ എന്നറിയപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് പാക്കിൽ എന്നറിയപ്പെട്ടു. പാക്കനാരുടെ സാന്നിധ്യത്താൽ പ്രതിഷ്ഠിതമായ ശാസ്താവ് പാക്കനാരുടെ മുൻപിൽ പ്രത്യക്ഷനായി ഇപ്രകാരം അരുൾ ചെയ്തു: വർഷം തോറും നീ എന്നെ കാണുന്നതിനായി ഇവിടെ എത്തണമെന്ന് നിർദ്ദേശം നൽകി. എല്ലാ വർഷവും കർക്കിടക മാസം 1-ാം തീയതി പാക്കനാർ ഇവിടെ എത്തുമെന്ന് ഭഗവാന് ഉത്തരം നൽകി. മുറം വിറ്റ് നടന്നിരുന്ന പാക്കനാർ എല്ലാ വർഷവും കർക്കിടക മാസ സംക്രമത്തിൽ ഇവിടെ എത്തുന്നു എന്നതാണ് വിശ്വാസം. പാക്കനാരുടെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് നടക്കുന്ന ഒരനുഷ്ഠാനമാണ് പിന്നീട് പാക്കിൽ സംക്രമ വാണിഭമായി അറിയപ്പെടുന്നത്. ഓരോ വർഷവും കർക്കിടക മാസം 1-ാം തീയതി
പാക്കനാരുടെ തലമുറയിൽപ്പെട്ടവർ പാക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മുറം സമർപ്പിച്ച് കാണിക്കയർപ്പിക്കുന്നതോടെ ആ വർഷത്തെ കർക്കിടക മാസ സംക്രമത്തിന് തുടക്കമാകും. വിവിധ സ്റ്റാളുകളിലായി വിൽപ്പനയ്ക്കായി നിരത്തി വച്ചിരിക്കുന്ന വസ്തുക്കൾ വാങ്ങുന്നതിനായി എത്തുന്നവരുടെ എണ്ണം കുറവല്ല. പരമ്പരാഗത ഉൽപ്പന്നങ്ങളായ മുട്ട, മുറം, കഴപ്പായ, കലം, അടുപ്പുകല്ല്, മൺപാത്രങ്ങൾ, ഇരുമ്പായുധങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളിൽ തിരക്കേറെയാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വിപണിയിൽ സജീവമാണ്. ഏതു പ്രായക്കാർക്കും പാകത്തിനുള്ള ചെരുപ്പുകളുടെ സ്റ്റാൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പല വർണ്ണത്തിൽ പല മോഡലുകളിലുള്ളവ വാങ്ങുന്നതിനുള്ള തിരക്ക് പറയാതിരിക്കാൻ വയ്യ. അലങ്കാര വസ്തുക്കളുടെയും ചിന്തുകടകളുടെയും ക്രോക്കറി ഐറ്റംസിൻ്റെയും ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെയും സ്റ്റാളുകളിൽ നിരത്തി വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കണ്ടാൽ ആരായാലും ഒന്ന് വാങ്ങിച്ചു പോകും. പേനകളുടെ ഒരു വിസ്മയ ലോകം തീർത്തുകൊണ്ടുള്ള ഒരു സ്റ്റാൾ. വിവിധ വർണ്ണങ്ങളിലും മോഡലുകളിലുമായി 10,000-കണക്കിന് പേനകൾ. സ്വാദൂർന്ന ഉണ്ണിയപ്പത്തിൻ്റെ കൊതിപ്പിക്കുന്ന ഗന്ധവും വറപ്പൊരികളും കണ്ടാൽ നാവിൽ വെള്ളമൂറാത്തവരില്ല ഈ വിപണിയിൽ. കാർഷിക ഉൽപ്പന്നങ്ങളും ജൈവ കീടനാശിനികളും വളങ്ങളും അടങ്ങുന്ന സ്റ്റാളിൽ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് മികച്ച ഉൽപ്പന്നങ്ങളാണ്. വസ്ത്രങ്ങളുടെ സ്റ്റാളിൽ ചെന്നാൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നമ്പർ 1 മെറ്റീരിയൽസ് കാണാം. എല്ലാവർക്കും തൃപ്തികരമായ വിലയിൽ ഇവിടെ നിന്ന് വസ്ത്രങ്ങൾ സ്വന്തമാക്കാം. കാതിനഴകു ചേർക്കാൻ വിവിധ വെറൈറ്റി മോഡലുകളിലുള്ള കമ്മലുകൾ കാണാം. ആരെയും ആകർഷിക്കുന്ന ഈ സ്റ്റാളിൽ എത്തുമ്പോൾ എല്ലാ പെൺകുടിമാരും തിരക്കിലാകും. പഴയ തലമുറ പുതിയ തലമുറയ്ക്ക് അനുഭവത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് പാക്കൽ സംക്രമ വാണിഭത്തിന്റെ പ്രാധാന്യം.
ബംഗാളി ഇല്ലാതെ എന്ത് കാര്യമാണ് മലയാളിക്കുള്ളത്? അഖിൽ സംക്രമ വാണിഭത്തിൽ സജീവമായി ഈ രണ്ട് ബംഗാളി സഹോദരന്മാരുടെ സർബത്ത് സ്റ്റാളുമുണ്ട്. ഏത് ഫ്ലേവർ വേണമെന്ന് പറഞ്ഞാൽ മതി, ഈ കൊച്ചുമിടുക്കന്മാർ ഉടനടി റെഡിയാക്കി തരും. ഓക്കെ. ഇവിടെ വന്നാൽ സകല ഇന്ദ്രിയങ്ങളും ഒന്ന് ഉടക്കും. അത്രയ്ക്കുണ്ട് കാഴ്ചകളും വിശേഷങ്ങളും. സംക്രമ വാണിഭത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു വിശേഷവുമായി അടുത്ത ലക്കത്തിൽ കാണും.